ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. 17 ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം. സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും KTC ബാങ്കിന് സ്വന്തം. ഗുഡ് നൈബർ ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോഓപ്പറേറ്റീവ് ബാങ്ക്. വാർത്തകൾ വിശദമായി. റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ പ്രതിഷേധ സമരവുമായി മുസ്ലിം ലീഗ്. കൊടുങ്ങല്ലൂർ തൃശൂർ സംസ്ഥാന പാതയിൽ പുല്ലൂറ്റ് പ്രദേശത്തെ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, അധികാരികൾ കണ്ണു തുറക്കുക, നിരവധി വിദ്യാലയങ്ങൾ, സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശത്തെ വിദ്യാർത്ഥികളെയും നാട്ടുകാരെയും വാഹനങ്ങളെയും യാത്രക്കാരെയും ദുരിതത്തിലാഴ്ത്തിക്കൊണ്ട് കാലങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിന്റെ പണി നടത്തി ഉടൻ ഗതാഗത യോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ സമരം നടത്തി. പുല്ലൂറ്റ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KG മുരളീധരൻ സമരം ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇത്രയും ദയനീയമായ അവസ്ഥയിലേക്ക് ഈ റോഡുകളെ എത്തിച്ചതിൻ്റെ ഉത്തരവാദിത്തം ഇന്ന് നിൽക്കുന്ന ഭരണ സാരഥികൾക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചാണെങ്കിൽ കൊടുങ്ങല്ലൂർ ഇടതുപക്ഷ ഭരണ നിലവിൽ നിൽക്കുന്നു. എല്ലാ നിലയ്ക്കും പുല്ലൂറ്റ് വില്ലേജിലാണെങ്കിൽ ഇടതുപക്ഷക്കാർ, കൗൺസിലർമാർ, ഇവരെ ആരും തന്നെ കാണുന്നില്ല. ഈ സമരത്തിൽ ഏറ്റവും കൂടുതൽ പങ്കെടുക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് മുസ്ലിം ലീഗാണ് ഈ സമരം സംഘടിപ്പിച്ചതെങ്കിലും ഇവിടുത്തെ ഇടതുപക്ഷക്കാരിലെ 100% ഇടതുപക്ഷക്കാരിലും ഇത് വളരെ ഗൗരവമായിട്ട് അവർ ത്യാഗം അനുഭവിക്കുന്നു എന്ന ബോധ്യം അവർ വരികയും അവർ ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിലും പരസ്യമായി ഈ രംഗത്തിറങ്ങുവാൻ അത് ഓരോ പ്രത്യേക സാഹചര്യങ്ങളിലും ന്യായീകരണ തൊഴിലാളികളായി നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഇന്നത്തെ ഭരണസാരഥി വഹിക്കുന്ന ഓരോരുത്തരും വളരെ ഗൗരവമായി ചിന്തിക്കേണ്ടതാണ്. ഈ സമരത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി രംഗത്ത് വരേണ്ടതാണെന്നും മാത്രമല്ല, ഈ സമരം ഇന്ന് ലീഗ് മാത്രം സംഘടിപ്പിക്കുന്ന ഈ സമരം UDF ഏറ്റെടുക്കുന്നു. UDF മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ഇന്നത്തെ നമ്മുടെ പ്രദേശത്തെ ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഇതിന് നേതൃത്വം കൊടുക്കുന്നതായിരിക്കും. ആ നേതൃത്വം കൊടുക്കുന്ന ഷഹീൻ K മൊയ്തീനെയും മറ്റ് ഓരോരുത്തരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. മുനിസിപ്പൽ മുസ്ലിം ലീഗ് വൈസ് പ്രസിഡന്റ് AM അബ്ദുൽ ജബ്ബാർ അധ്യക്ഷത വഹിച്ചു. അധികാരികളുടെ മുൻപിൽ ഈ വിഷയം എത്തിക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അടുത്ത നാളുകളായി പാക്കറ്റുകളിൽ താറുകൊണ്ടത് ഒഴിക്കുന്ന സാഹചര്യം നമ്മൾ കാണാറുണ്ടായി. അത് ഏതാനും ദിവസത്തിനകം തന്നെ അത് കൂട്ടിച്ചാടി പോവുകയാണുണ്ടായിട്ടുള്ളത്. അതോടൊപ്പം ഇപ്പോൾ ഈ കുഴികളിൽ കോറിവേഷനും അതിന്റെ മേലെ സിമന്റ് പൂശുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ നിങ്ങൾക്കറിയാം, ഇന്നലെ ഈ ടാറിംഗ് ചെയ്തത് സിമന്റിന്റെ പ്രദേശങ്ങളെല്ലാം വീണ്ടും കുഴിയായിട്ടാണ് കാണുന്നത്. മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി PI നിസാർ, വൈസ് പ്രസിഡന്റ് TN നൌഷാദ്, സ്വതന്ത്ര കർഷക സംഘം ജില്ലാ ജനറൽ സെക്രട്ടറി ES സഗീർ, പ്രവാസി ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് യൂസഫ് പടിയത്ത്, മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി ES സിറാജ്, പ്രമുഖ ജീവകാരുണ്യ സാംസ്കാരിക പ്രവർത്തകൻ ഷഹീൻ K മൊയ്തീൻ, ശാഖ മുസ്ലിം ലീഗ് പ്രസിഡന്റ് MM സത്താർ, ട്രഷറർ PJ ഷഫീഖ്, EA ഷെരീഫ്, MA ഇബ്രാഹിം, സലീം തങ്ങൾ, നിസാർ മാലിക് തുടങ്ങിയവർ സംസാരിച്ചു. സമരത്തിനു ശേഷം നാട്ടുകാരുടെ ഒപ്പുശേഖരണം നടത്തി. ഇത് സംബന്ധിച്ചുള്ള നിവേദനം പൊതുമരാമത്ത് മന്ത്രി, ജില്ലാ കളക്ടർ, ജനപ്രതിനിധികൾ, മറ്റ് വകുപ്പ് മേധാവികൾ എന്നിവർക്ക് അയച്ചു. എഞ്ചിനീയറിംഗോ ഡിപ്ലോമയോ കഴിഞ്ഞ് ക്യാമ്പസ് ഇന്റർവ്യൂ വഴി ഒരു ജോലിയാണോ അതോ സ്വന്തമായി ഒരു സംരംഭം തുടങ്ങാനാണോ നിങ്ങളുടെ ലക്ഷ്യം? എങ്കിൽ ഇതിനെല്ലാം സൗകര്യമൊരുക്കുന്ന SNM-IMT മാലിയങ്കരയിൽ അഡ്മിഷൻ നേടും. SNM-IMTയുടെ പ്രത്യേകതകൾ: എഞ്ചിനീയറിംഗ് ഡിപ്ലോമ എന്ന 2 കോഴ്സുകൾ, ഉയർന്ന അക്കാഡമിക് നിലവാരം, പരിചയസമ്പന്നരായ മികച്ച അധ്യാപകർ, ആധുനിക സംവിധാനങ്ങളുള്ള ലാബ് സൗകര്യങ്ങൾ, സംരംഭകത്വത്തിന് പ്രത്യേക വിഭാഗങ്ങൾ, വിദ്യാഭ്യാസ രംഗത്ത് 100 വർഷത്തെ പാരമ്പര്യമുള്ള ശക്തമായ മാനേജ്മെന്റ്, വിജയകരമായ ഭാവി ഉറപ്പുവരുത്തുന്നു. വിശദമായ വിവരങ്ങൾക്കായി വിളിക്കൂ. SNM-IMT എഞ്ചിനീയറിംഗ് ആൻഡ് പോളിടെക്നിക് കോളേജ്, മാലിയങ്കര.